പൊന്നിലാവിൽ പൊന്നോണത്തുമ്പി വന്നു കാതിൽ മൂളി ഓണമായി ഓണമായി പൊന്നോണമായി മലയാളി മനസ്സിൽ തുമ്പപ്പൂ വീരിഞ്ഞു തിരുമുറ്റം പൂക്കളാൽ നിറഞ്ഞു നിന്നു ഉത്രാട പൊന്നിലാവിൽ പൊന്നോണത്തുമ്പി വന്നു കാതിൽ മൂളി ഓണമായി ഓണമായി പൊന്നോണമായി മാവേലി തമ്പുരാനെ വരവേറ്റിടാനായി മലയാള മണ്ണുണർന്നു അതിൽ മധുവൂറും പൂക്കൾ വിരിഞ്ഞു ഓണപ്പൂടവ ചുറ്റി ഓണപ്പാട്ടുപാടി പറന്നു വന്നു പൂന്തന്നലും ഉത്രാട പൊന്നിലാവിൽ പൊന്നോണത്തുമ്പി വന്നു കാതിൽ മൂളി ഓണമായി ഓണമായി പൊന്നോണമായി മാനവ ഹൃദയങ്ങൾ പൊന്നു ഞാൻ തീർത്തു സ്വപ്നങ്ങൾ പൂവണിഞ്ഞു അതിൽ ആലോലം താലോലമാടുന്നു ഓണക്കഥ പറഞ്ഞു കളിച്ചിരിയുമായി പാറിപ്പറക്കുന്നു പൂത്തുമ്പിയും ഉത്രാട പൊന്നിലാവിൽ പൊന്നോണത്തുമ്പി വന്നു കാതിൽ മൂളി ഓണമായി ഓണമായി പൊന്നോണമായി സരോ സരോ എടോ സരോ എന്താണ് നിങ്ങൾ എന്താ മനുഷ്യ തരുന്നത്? ഞാൻ ഗുളിക വായലേക്ക് ഇട്ടിനി. വായലേക്ക് ഇട്ട ഗുളിക ഞങ്ങളെ പള്ളയിലല്ലേ ഉണ്ടാകുക? എടോ ഗുളിക വായലേക്ക് എത്തിയില്ല, അതല്ലേ ഞാൻ തരുന്നത്. പിന്നെ ഗുളിക പോയി ഗുളിക അതാന്ന് ഇങ്ങളൊരു കാര്യം അല്ലാ എന്ത് ചിരിയാ രണ്ടാളും കൂടി ഇന്നലെ കല്യാണം കഴിഞ്ഞ മാതിരി. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലല്ലേ താത്ത ചിരിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ഇതേ രാവിലത്തെ പലഹാര. ഗുളിക തീർന്നു, ഇനി രാത്രിത്തേക്ക് എന്താ ചെയ്യാ? ഇവിടെ ഉള്ള പൈസ എല്ലാം നുള്ളി പെറുക്കി ചീട്ടും കൊണ്ട് ഇന്നലെ പോയതാ ഹരി. ഇന്ന് നേരായിട്ട് ഓൻ എത്തിയിട്ടില്ല. ആ പൈസക്ക് അവനുള്ള മരുന്നും വാങ്ങിക്കുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. നിന്റേതല്ലേ മോൻ? അത് ശരി. പ്ലസ് ടുന് നല്ല മാർക്ക് വാങ്ങിയപ്പോ ഇങ്ങളെ മോയെ, കള്ള് കുടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോ എന്റെ മോയെ. എല്ലാ സരോജിനി അടുത്തിയേ, നിങ്ങൾ എന്ത് ഇന്നലെ വരാഞ്ഞ്? ഇമ്പളെ മീനാക്ഷി പ്രസവിച്ചില്ലേ? ഏത് മീനാക്ഷി? കുട്ടി എന്താ ഞമ്മക്ക് കാണാൻ കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും കറണ്ട് പോയില്ലേ? അത് ശരി, രണ്ടും പറ്റും. മരുന്നിനൊക്കെ ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കുക, സാധനങ്ങൾക്കോ അതിന്റെ അപ്പുറത്തെ വിലയാ. അതിനെ പറ്റിയൊക്കെ ഒന്നും രണ്ടാക്കും പറയാനില്ലേ? പൊന്നിന്റെ വില കുറഞ്ഞില്ലേ? നന്നാവും, നിങ്ങക്ക് രണ്ടാക്കും വേറെ പണിയൊന്നുമില്ലല്ലേ? അല്ലോ, ഞമ്മളെ പുയ്യാപ്പളയ്ക്ക് വെള്ളം ചൂടാക്കാണ്ട്.
പാലളകി. വീട്ടിലവിടെ സൗകര്യമില്ല. വീടവിടെ തേണ്ടിപ്പിള്ള സൗകര്യക്കേട്. ആ ഞാൻ അങ്ങോട്ടാ പോകുന്നത്. ഒരായിക്കടവാന്നാ പറഞ്ഞത്. എന്തായി? കുറച്ചു നേരായി. പിന്നെ എന്ത് വേണോ? കിട്ടിയ നിന്നെ ഞാൻ തന്നെ കെട്ടുപടി. എന്ത് നിന്റെ ഏട്ടൻ എത്ര വലിയ കൊണ്ടുപോയിരുന്നാലും ഞാൻ നെഞ്ചു വെച്ച് നേരിടറി. അയ്യോ അയ്യാ നിക്കടാ, എനിക്ക് ആടാൻ വയ്യടാ, നിക്കടാ. നിനക്ക് തരാനുള്ള പൈസ ഇപ്പൊ തരാൻ സൗകര്യമില്ല. എന്ത് ഭീഷണിയോ? ഭീഷണി എനിക്കൊരു പുത്തരിയല്ല. എന്റെ അമ്മു സ്പോട്ടിലെ പറയാൻ ആളെ വിളിച്ചോ. കേറെ പോയിക്കടാ. മേത്തട്ടിയാലേ വിവരറിയനി. ഹലോ ഹലോ, ഇവിടെ ആരുല്ലേ? ഒരു പാവം വാടകയാചക്കാരനാണ്. അല്ല, എങ്ങോട്ടങ്ങള്? കഥ ഇവിടെ. കുമാരേട്ടാ ഇരിക്കി ഇരിക്കി. നീയേ കുമാരനെ വീട്ടിലിരുത്താൻ നോക്കണ്ട. എടുത്തോ, എണ്ണിങ് എടുത്തോ. സരോ സരോ. ഓ, വിളി കേട്ടാ തോന്നു ചെക്ക് ആയിട്ട് ഇപ്പൊ അങ്ങോട്ട് വരുന്നു. എന്തേ രണ്ടാളെന്താന്നും മിണ്ടാത്തേ? ഇത്തവണ ഇമ്പാടെ ഒന്ന് ക്ഷമിക്കണം. ഒന്നും രണ്ടും അല്ല, 4 മാസമായി വാടക തന്നിട്ട്. ആര് തരുന്ന വിചാരിച്ചിട്ടാ? ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ വിരിഞ്ഞിക്കുന്ന എന്റെ മോനെ കണ്ടിട്ടാണോ? അതെ,
കുമാരൻ ഒരു വരവും കൂടി ഇങ്ങോട്ട് വരും. അന്നും ഇങ്ങനെയാണെങ്കിലേ പായും തലക്കണി എടുത്ത് ഇറങ്ങിക്കോളണം ഇവിടുന്ന്. പിന്നെ പഴയ കുമാരനെ അറിയാലോ. മുതലാളിയും കുടുംബവും ഗൾഫിൽ പോയൻ കൊണ്ടുള്ള വീട്ടുജോലിയും പോയി. ഓലിവിടെ ഉണ്ടേനെ കുറച്ച് പൈസ ഞാൻ കടം ചോദിക്കേനു. എങ്ങോട്ടാ കേറി പോടേ? പായും തലണ എടുത്ത് ഇറങ്ങിക്കോ. മാരം വന്ന് പോയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ എന്താണെന്ന് ഉണ്ടാക്കിയില്ലേ? വിളമ്പിക്കോട്. അയ്യോ മോനെ, ഉണ്ടാവല്ല, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇങ്ങുണ്ടാ. എന്റെ ഭഗവാനെ, എന്താ സരോജിനടുത്ത് ഇവിടെ ഒരു ഒച്ചയും ബഹളവും? ഇവിടത്തെ ഒച്ചയും ബഹളും കേട്ടിട്ട് നമുക്ക് ഒരു സമാധാനവും ഇല്ല. ഇന്നലെയും കൂടി മുനീർ വിളിച്ചപ്പോ ഹരിന്റെ കാര്യം ചോദിച്ചിട്ടേ ഉള്ളൂ. ഹരി നേരെ ആയിനെങ്കില് മുമ്പൊക്കെ ഓനെ മുനീറിന്റെ അടുത്തേക്ക് അയക്കേനി. ഓ നന്നാവണേ നമുക്ക് പടച്ചോനോട് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് എന്താ ചെയ്യാ? ഏട്ടന്റെ പേരെന്താ? ഭഗവാന്റെ പേരാ ഹരി. ഏട്ടന്റെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവല്ലേ? എനിക്ക് ആരുമില്ല. എനിക്കൊരു ഉടുപ്പ് വാങ്ങിത്തരുവോ? ഞാൻ പോവാ.
ഒരു 5 ഉറുപ്പ്യ തരുമോ? നിനക്ക് ഈ അഭിനയം നിർത്തി നല്ലതുപോലെ നടന്നൂടെ? നല്ലോപോലെ ഇടന്നാല് നല്ലോം പോലെ പണിക്കേണ്ടി വരും. നല്ലോം പോലെ പണിക്ക് പോയാലോ വീട്ടുകാർ നല്ലൊരു കല്യാണം കഴിച്ച്. കല്യാണം കഴിച്ചാലോ കഴിഞ്ഞ കഥ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പിന്നെ ഈ ആദ്യം എന്നാ നോക്ക്, എന്നിട്ട് ഇന്നെ ഉപദേശിക്കാൻ വാ. എടാ ഒരു 100 ഉറുപ്പ്യ തരണടാ. സോഡ ഒഴിച്ച് കഴിച്ച് സോഡാ കുപ്പി പോലെ ആയല്ലോടാ. എനിക്ക് കള്ളു കുടിക്കാനല്ല, അച്ഛനും മരുന്ന് വാങ്ങാനാ. ആദ്യമൊക്കെ ഷീട്ടില്ലാതെയായിരുന്നു, ഇപ്പൊ ഷീട്ടായിട്ട് ഇറങ്ങിയതാ. പുതിയ നമ്പറല്ലേ? ഇവിടെ ആർക്കും ഇനി എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാവരുടെ മുമ്പിലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി, ആ കുട്ടിയുടെ മുമ്പിൽ പോലും. ഇത്രയും നേരമായിട്ട് പൂവൊന്നും ഇട്ടില്ല അച്ഛാ. ഹരി എവിടെ പോയി അച്ഛാ? ചോറൊക്കെ ആവുന്നുള്ളൂ, ഓളൊറ്റക്കല്ലുള്ളൂ. നിങ്ങളെവിടെയാ ആയനടോ? അത് പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾ നേരത്തെ എത്തുമല്ലോ. അല്ല സൂക്കേണ്ട മാറ്റണ്ടോ? അരി കുളിക്ക. എന്നാ പൂടല്ലമ്പക്ക്. അരിയപ്പളാ വന്ന്. അല്ലടാ ഞാൻ കയ്യേക്കണോ? വേണ്ട മോനെ. എന്താണ്? അല്ല ഇത് ഗൾഫിന്റെ അല്ലേ? മേടിയൊക്കെ പോകാനുണ്ട്. എത്ര സ്ഥലം വരെ? ഒന്ന് മാമന്റെ വീട്ടിൽ പോകാനുണ്ട്, തരുണിന്റെ വീട്ടിൽ പോകാനുണ്ട്, ശ്രീകാന്തിന്റെ വീട്ടിൽ പോകാനുണ്ട്, പിന്നെ എന്റെ വീട്ടിലും. ഇപ്പഴെങ്ങനെയുണ്ട്? മോഹൻലാലിന്റെ വീട്ടില്ലേ? അത് റെഡിയാ, ഇപ്പൊ ആഫ്രിക്കൻ മോഹൻലാൽ തന്നെ. പിന്നെ മഴച്ചാള. എടാ ഇമ്പ കുറച്ച് ഇല മുറിക്കണല്ലോ. അത് ഞാനേറ്റ്. ഇമ്പക്ക് എത്ര ഇല വേണ്ടി വരും? 1 2 3 4. പോയി മുറിച്ചു വാടാ. എല്ലാരും ഉണ്ടല്ലോ, ഞമ്മക്ക് പെരുത്ത സന്തോഷായി. എന്തൊക്കെയാ? വയ്യേ വരൂ. സരോനെ